ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജൂൺ 28 വിശുദ്ധ ഇരണേവൂസിൻ്റെ തിരുനാൾ. ഏഷ്യ മൈനറിൽ ജനിച്ച ഒരു ഗ്രീക്കുകാരനായ ഇരണേവൂസ് സ്മിർണയിലെ ബിഷപ്പായിരുന്ന പോളികാർപ്പിൻ്റെ കീഴിലായിരുന്നു വിദ്യാഭ്യാസം നടത്തിയത്. അതിനാൽ ദൈവശാസ്ത്രത്തിൽ അതുല്യ പാണ്ഡിത്യം സമ്പാദിച്ചു. അപ്പോസ്തലനായ പപ്പിയാസിൻ്റെ ഒരു ശിഷ്യനും കൂടിയായിരുന്ന ഇരണേവൂസ് അതിനാൽ പാണ്ഡിത്യത്തിലും വിശുദ്ധിയിലും ഒന്നുപോലെ വളർന്നു വന്നു. വിജാതീയരുടെ തത്വങ്ങളെല്ലാം പഠിച്ചിരുന്ന ഒരു പണ്ഡിതനായിരുന്ന അദ്ദേഹത്തെ തെർത്തുല്യൻ എന്നാണ് വിളിച്ചിരുന്നത്. തൻ്റെ സംശയങ്ങൾക്ക് വിശുദ്ധ ജെറോം ഇരണേവൂസിൻ്റെ പുസ്തകങ്ങളാണ് ആശ്രയിച്ചിരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുള്ള പണ്ഡിതനും വാഗ്മിയും എന്ന് വിശുദ്ധ എപ്പിഫാനിയൂസ് അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. സമാധാനത്തെ സ്നേഹിക്കുന്നവൻ എന്നാണ് ഇരണേവൂസ് എന്ന പേരിൻ്റെ അർത്ഥം. ഇരണേവൂസ് പൗരോഹിത്യം സ്വീകരിച്ച ശേഷം ഗോളിലെ ഒരു പ്രധാന കേന്ദ്രമായ ലിയോൺസിലേക്ക് പോയി. 177 വിശുദ്ധ പോത്തിനൂസിൻ്റെ പിൻഗാമിയായി ലിയോൺസിലെ രണ്ടാമത്തെ മെത്രാനായി നിയമിക്കപ്പെട്ടു. അവിടെ പാഷാണ്ഡതയ്ക്കെതിരെ 5 ഗ്രന്ഥങ്ങൾ എഴുതി. വാലന്റിയൻ പാഷാണ്ഡതയ്ക്കെതിരെ ഇരണേവൂസ് 8 പുസ്തകങ്ങൾ എഴുതി. അങ്ങനെ ലിയോൺസിലെ പാഷാണ്ഡതകളെല്ലാം തന്നെ അദ്ദേഹം ക്രിസ്തു മതത്തിലേക്ക് ആനയിച്ചു. അങ്ങനെ സമാധാനം വാഴുമ്പോഴാണ് സെവേരൂസ് ചക്രവർത്തി ക്രിസ്ത്യാനികൾക്കെതിരായി മർദ്ദന വിളംബരം ഇറക്കിയത്. 202 മറ്റ് അനേകം ക്രിസ്ത്യാനികളോടുകൂടെ ഇരണേവൂസ് രക്തസാക്ഷിത്വം വരിച്ചു. വിശുദ്ധ ഇരണേവൂസെ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.